ഓം ശാന്തി. മറ്റുള്ളവരുടെ കുറ്റം പറയാതെ ഉറക്കം വരാത്ത കുറേ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ ഒരാളെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് ഒരു ദിവസം ഉറക്കേ വരില്ല. കാര്യമായിട്ട് എന്തെങ്കിലും അവർക്ക് നന്മ കാണുമെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നത് കണ്ടാൽ അതിൻ്റെ ഉള്ളിലും എന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ എന്ന് തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ആളുകൾ. സപ്പോസ് ഒരു കുറ്റം ഇന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന ആളുകൾ, അഥവാ മുന്നെപ്പോഴെങ്കിലും ഇന്ന് അവർ വളരെ നന്നായി പാടുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വളരെ മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്നുണ്ടായി. അവരുടെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ശരിക്കും കൃഷ്ണൻ്റെ നാദം പോലെ തോന്നുന്നു, എനിക്ക് എൻ്റെ ഹൃദയം അങ്ങനെ അലിഞ്ഞു പോണു, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഒരു ഫ്ലൂട്ട് വായിക്കുന്നത്, ഈ ഓടക്കുഴൽ നാദം കണ്ണൻ്റെ നാദം പോലെ എനിക്ക് തോന്നുന്നു എന്ന്. അപ്പോൾ ഉടനെ അടുത്ത ആൾ പറയുകയാണ്, അതിനിപ്പോൾ എന്താ കാര്യം, ഇത്ര ഓടക്കുഴൽ വായിക്കുന്നു പറഞ്ഞിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, അയാളിതാ ആ ഷോപ്പിൽ നിന്ന് മുറുക്കാൻ വാങ്ങിച്ചു മുറുക്കുന്നുമുണ്ട്, ആ പെട്ടിക്കടയിൽ ഇരുന്നിട്ട് അവിടെ ചള വർത്താനം പറയുന്നത് കാണാം. അതാണ് ഇപ്പോൾ ഇത്ര വലിയ വ്യക്തി ആ ഓടക്കുഴൽ നാദം വായിക്കുന്നതിൻ്റെ കല, അത് കല തന്നെയാണ്. അയാൾക്ക് അയാളുടെ വീക്ക്നെസ് ഉണ്ടാവും, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ എന്ന് കരുതി അവരുടെ കലയെ അംഗീകരിക്കുന്ന ഒരു അപ്രീസിയേഷൻ അയാൾ പറയുന്നത് കേട്ടപ്പോൾ അയാളുടെ സംസ്കാരത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരുതി കൊണ്ട് കൂട്ടിക്കുഴയ്ക്കുക. അത് രണ്ടും കൂട്ടിച്ചേണ്ട കാര്യം എന്താ ഉള്ളത്? അയാളുടെ കല തന്നെയാണല്ലോ. പാടാൻ കഴിവുള്ളത് തന്നെയാണല്ലോ. വായിക്കാൻ കഴിവുള്ളത് തന്നെയാണല്ലോ. പക്ഷേ ഒരാളുടെ ഒരു സ്പെഷ്യാലിറ്റീന് ഒരാൾ അഭിനന്ദിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ എന്ന് കണ്ടെത്തിക്കൊണ്ട് കുറ്റം പറയാനുള്ളതായിരിക്കുന്ന മനസ്സ്. ഇത്തരത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളത് ചിലവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. ഒരിക്കൽ ഒരു രാജാവിൻ്റെ സദസ്സിലേക്ക് 2 യാത്രികർ വന്നു ചേർന്നു. അവരെങ്ങനെ തീർത്ഥാടനവും യാത്രയുമായിക്കൊണ്ട് ജീവിതം കുറച്ച് ആസ്വദിച്ച് ആനന്ദിക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന 2 കൂട്ടുകാരായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ സദസ്സിലും അവിടുത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനുമായിട്ട് അവർ വന്നു. അതിഥികളായി വന്ന 2 പേരെയും രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾക്ക് ശയനമുറിയൊക്കെ ഒരുക്കി കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ ഒരാളെ പറഞ്ഞയച്ചിട്ട് മറ്റാളോട് രാജാവ് ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരൻ വളരെ നല്ല വ്യക്തിയാണോ, എന്താ നിനക്ക് അവരെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അവൻ നമ്പർ 1 കഴുതയാണ്. ഓരോ കാര്യത്തിലും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഐഡിയ അവനില്ല, ഞാൻ കൂടെയുള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ രാജാവ് ഒന്നും മിണ്ടില്ല, എന്ന് പറഞ്ഞ് മൂളി അവിടെ ഇരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇയാൾ വീണ്ടും കുളിക്കാൻ വേണ്ടി പോയി, മറ്റാൾ കുളിച്ചു വന്നു. അപ്പോൾ കുളിച്ചു വന്ന കൂട്ടുകാരനോട് രാജാവ് ചോദിച്ചു പോലും, നിൻ്റെ കൂട്ടുകാരൻ നല്ല വ്യക്തിയാണല്ലേ, നല്ല ഫ്രണ്ട്സാണല്ലേ നിങ്ങൾ തമ്മിലെന്ന്. അപ്പോൾ പറയും, ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, പക്ഷെ അവൻ നമ്പർ 1 കുതിരയാണെന്ന് പറയും. അപ്പോൾ രാജാവ് ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നത്, ഒരു കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല, ഇങ്ങനെ ഓടുക. കുതിരയ്ക്ക് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ ലക്ഷ്യത്തേക്ക് ഓടുക എന്നല്ലേ ഉള്ളൂ, അതിൻ്റെ സൈഡ് നോക്കില്ലല്ലോ. അതുപോലെ അവനും അങ്ങനെയാണ്, ഞാനുള്ളത് കൊണ്ടാണ് അവൻ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ തീർത്ഥാടനം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞ് 2 പേരും കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ആഹാരം കഴിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞു. രാജാവ് പറയും, ഒരാൾക്ക് പുല്ല് കൊടുത്തേക്ക്, മറ്റൊരാൾക്ക് മുതിര കൊടുത്തേക്ക് കഴിക്കാൻ. അപ്പോൾ ഇവർ ചോദിക്കും, ഇതെന്ത് അപമാനിക്കലാണ്, അതിഥികൾ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്, പുല്ലും മുതിരയൊക്കെയാണോ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയും, നിങ്ങളല്ലേ പറഞ്ഞത്, ഒരാൾ പറഞ്ഞു എന്നോട് മറ്റാൾ കഴുതയാണെന്ന്, അപ്പോൾ കഴുതയ്ക്ക് ഞാൻ പുല്ല് കൊടുത്തു, മറ്റാൾ പറഞ്ഞു അവൻ കുതിരയാണെന്ന്, കുതിരയ്ക്ക് ഞാൻ മുതിര കൊടുത്തു, നിങ്ങൾ പറഞ്ഞ സാധനം നിങ്ങൾക്ക് തന്നു, അത്രയേ ഉള്ളൂ എന്ന്. നമ്മളറിയില്ല മറ്റൊരാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ, ഞാൻ ഇവരെ കുറ്റം ഇവരോട് പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായി പോയിന്നാ പലരും വിചാരിക്കുക. പക്ഷെ വാസ്തവത്തിൽ സത്യം അതല്ല. നിങ്ങൾ ഒരാളുടെ അടുത്ത് മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ ഇവരിങ്ങനെയാണല്ലേ എന്നാണ് അവരുടെ മനസ്സിൽ അവർ വിലയിരുത്തുന്നത്, അല്ലാതെ നിങ്ങൾ നല്ല പുള്ളിയായിട്ടും ഒരു മോശക്കാരനായിട്ടും കണക്കാക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ വൈബ്രേഷൻ നിങ്ങളെക്കുറിച്ച് 10 പേര് ഇതുപോലെ കുറ്റം പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിന്ദിക്കുന്നവർക്കും നിന്ദ കേൾക്കുന്നവർക്കുമാണ് നഷ്ടം, അല്ലാതെ നിന്ദിക്കപ്പെടുന്നവർക്കല്ല. പലപ്പോഴും മറ്റുള്ളവരൊക്കെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുന്ന ആളുകൾക്ക് അവരുടെ പാപത്തിൻ്റെ കണക്ക് ഇവർക്ക് ഏറ്റെടുക്കും. ഞാൻ നിങ്ങൾക്ക് മുന്നൊരു കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. അവസാനത്തെ അട്ട നിനക്കും കിട്ടിയല്ലേ എന്ന് പാക്കനാരുടെ കഥ. ഒരാളെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയുമ്പോൾ, അവരുടെ ഒരു കുറ്റം കണ്ട് നിങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാപത്തിൻ്റെ കണക്ക് കുറയും, നിങ്ങളുടെ പാപത്തിൻ്റെ കണക്കിലേക്ക് അത് കൂട്ടപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരുടെ കുറവ് കണ്ടുകൊണ്ട് ആദ്യം നമ്മുടെ പാപത്തിൻ്റെ കണക്ക് കൂട്ടരുത്. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം ഉറപ്പാണ്, വേസ്റ്റ് കളയുന്നത് ആരെങ്കിലും വലിച്ചെറിഞ്ഞ് പോകുമ്പോൾ ആരെടുത്ത് തിന്നാറില്ല, എടുത്തു വെക്കുക
ചിന്തിക്കാറില്ല. അത് വേസ്റ്റാണ് കളഞ്ഞതെന്ന് മനസ്സിലാക്കാറുണ്ട്. പലപ്പോഴും കാറിലൊക്കെ ആയിട്ടും പോകുന്നുണ്ടായിരിക്കുക. ആ കാറിൽ നിന്ന് ഒരു കവർ വേസ്റ്റ് പുറത്തെറിഞ്ഞാൽ അയ്യോ അവരിട്ട വേസ്റ്റാണ് കേട്ടോ, ഈ കാറിന്ന് വലിയ കാറ് പോയി അതിൽ നിന്നിട്ട വേസ്റ്റാന്നിട്ട് നമ്മൾ വേസ്റ്റ് എടുക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. വേസ്റ്റാണ് നമ്മൾ പറയുന്നത്, ആ കാറിൽ നിന്ന് വേസ്റ്റ് വലിച്ചെറിഞ്ഞു എന്ന് പറയും. അതുപോലെ തന്നെ വലിയ വ്യക്തികളാവാം, ചെറിയ വ്യക്തികളാവാം, സമൂഹത്തിൽ പല സ്ഥാനത്തുള്ളവരായിരിക്കാം. എല്ലാവർക്കും ആഗ്രഹം സ്വന്തം മനസ്സിലെ ബലഹീനതകളെ ഇല്ലാതാക്കണം എന്നാണ്, അത് വളർത്തണം എന്നല്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും അവരുടെ ബലഹീനതയെ പുറത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ അഥവാ ആരുടെയെങ്കിലും ബലഹീനത പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്. ആ വേസ്റ്റിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ തലേനെ വേസ്റ്റിൻ്റെ കൊട്ട കൊണ്ട് നിറയ്ക്കുകയാണ്. ശൂദ്രന്മാരെന്ന് പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നു. ആരാണോ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവരെ ശൂദ്രന്മാരെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നവർ ശുദ്ധി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ ആരാണോ മറ്റുള്ളവരുടെ ദുർബലതകളെ, മറ്റുള്ളവരുടെ ബലഹീനതകളെ, മോശമായിട്ടുള്ള സംസ്കാരങ്ങളെ, കുറ്റങ്ങളെ, കുറവുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർ ഉറപ്പിച്ചോളൂ, എത്ര നിങ്ങൾ മറ്റുള്ളവരുടെ കുറവ് കണ്ടുകൊണ്ടിരിക്കുന്നോ അത്രയും നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു സൂക്ഷ്മമായിട്ടൊരു കൊട്ട വരും. ആ കൊട്ടയുടെ ഓരോന്നും നിറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഉള്ളിലേക്ക് എന്ത് സ്വീകരിക്കുന്നുണ്ടോ അത് മാത്രമേ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചീഞ്ഞ സാധനം നിറച്ചിട്ട് ദുർഗന്ധം പരത്താനാവില്ല. മറ്റുള്ളവരുടെ കുറവുകളെ നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ട് ഒരിക്കലും ശ്രേഷ്ഠ സംസ്കാരത്തെ പുറത്തെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തം ജീവിതം ശ്രേഷ്ഠമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം സംസ്കാരത്തെ ശ്രേഷ്ഠമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മിത്രമായിക്കൊണ്ട് രാമായണത്തിൽ പറയുന്ന സുമിത്രയായി മാറൂ. തന്നോട് തന്നെ തൻ്റെ സൗഹൃദം കീപ്പ് ചെയ്യൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ബലഹീനതകളെ കാണുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണുക, കുറവുകളെ കാണുക. ചിലർത്ഥം കണ്ടുവെങ്കിൽ ഈ ക്യാമറ ഉപയോഗിച്ച് നിങ്ങളൊരു കാര്യത്തെ ഫോട്ടോ എടുത്തു, അത് ഇതിലൂടെ കൂടെ ഉള്ളിലേക്ക് കയറ്റിയെങ്കിൽ അത് ഇവിടെ പോയിട്ട് റെക്കോർഡാവും. അത് സമയം വരുമ്പോൾ ഉപബോധ മനസ്സെന്ന് നിങ്ങളുടെ തന്നെ സംസ്കാരമായിട്ട് പുറത്തു വരികയും ചെയ്യും. ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഒരുപാട്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ, അതങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെ ഇത്തരത്തിൽ ചില ആളുകൾക്ക് ചില വേർഡ്സ് അവരുടെ സംസാരത്തിൻ്റെ ഉള്ളിലൂടെ ഒരു റിപ്പീറ്റേഷൻ വരാറുണ്ട്. പലരും അവരെ കളിയാക്കിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് സ്വാഭാവികമായിട്ട് ഇവരുടെ വായിന്ന് അത് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം, കൊച്ചുദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അതിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ആ നിന്ദിക്കുന്ന കാര്യം മാലയായി സ്വന്തം കഴുത്തിൽ വന്ന് വീഴും. അതുകൊണ്ട് അവർക്കല്ല നഷ്ടം, നമുക്കാണ്. അതുകൊണ്ട് ആരുടെയും കുറവുകളെ കാണാതെ എല്ലാവരുടെയും നന്മകളെ കാണൂ, ഗുണഗ്രാഹിയായിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കൂ. അതുകൊണ്ടാണ് ബഹം ബ്രഹ്മാസ്മി എന്ന് കാണാൻ പറഞ്ഞത്. ഞാൻ സമ്പൂർണ്ണനാണ്, ഇവനും സമ്പൂർണ്ണനാണ്. മീൻസ് നമ്മൾ സമ്പൂർണ്ണനാണെന്നല്ല, എനിക്ക് അവരുടെ സമ്പൂർണ്ണതകളെ കണ്ടുകൊണ്ടിരിക്കൂ, ഞാനതാണ് എന്ന് ഫീൽ ചെയ്യൂ, ആ ക്വാളിറ്റി നിറയ്ക്കൂ. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവിടെ പരിശോധിക്കുക, ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ജീവിതം സന്തോഷവും സുഖവും വിജയവും നിറഞ്ഞതായി മാറും. അങ്ങനെ സ്വന്തം ഗുണങ്ങളെ നിറച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ഗുണങ്ങളെ കണ്ടുകൊണ്ട് ഗുണഗ്രാഹിയായി ശ്രേഷ്ഠമായ ജീവിതവും ശ്രേഷ്ഠമായ സംസ്കാരവും നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.